കുറച്ചധികം ദിവസങ്ങളായില്ലേ നമുക്ക് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാനൊരു കുഞ്ഞ് വീഡിയോ, അതും വേണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അമ്പലത്തിലെത്തിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് നമുക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്ത് ഇടാമല്ലോ എന്ന്. കാരണം നമ്മൾ കപാലീശ്വര ടെമ്പിളിലാണ് വന്നേക്കണേ, മൈലാപ്പൂരുള്ളത്. നമ്മൾ പകൽ വെളിച്ചത്തിൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഉള്ളിലത്തെ വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ് തോന്നണേ. കാരണം അന്നും ഇങ്ങനെ വീഡിയോ അമ്പലത്തിൻ്റെ ഉള്ളിൽ എടുക്കാനൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഫോൺ എടുത്തിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കണം കണ്ടപ്പോൾ ഒരു ധൈര്യത്തിൽ എടുത്തതാണ്. ഉള്ളിൽ ഫോണ് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുറത്തെ സ്ഥലത്ത് വലിയ പ്രശ്നം ഇല്ല എന്നാണ് തോന്നിയത്. കാരണം എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ധൈര്യത്തിലാണ് ഞങ്ങൾ എടുത്തത്. ചെന്നപ്പോൾ തന്നെ സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഉള്ളിൽ കയറി തൊഴുതു. ഫസ്റ്റ് നമ്മൾ പാർവതി ദേവി, ശിവൻ, അങ്ങനെ ബോർഡറിൽ തൊഴുതു വന്നു. പുറത്തും കുറേ ഉപദേവതകളുണ്ട്, അവരൊക്കെ തൊഴുതു. കുട്ടികൾക്ക് പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളത് പൂച്ചേനെ കണ്ടപ്പോൾ അവർക്ക് തൊടണം. കാരണം എല്ലാവരും പൂച്ച ഒരു സെലിബ്രിറ്റി ആയിട്ട് നിന്നിട്ട് എല്ലാവരും വന്ന് തലോടി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇവരും പോയിട്ട് അത് ചെയ്തു. പിന്നെ അവിടെ ആ അമ്പലത്തിൻ്റെ പരിസരത്ത് ഫുള്ള് പൂച്ചകളെ കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ നല്ല പ്രവേശനം ഉണ്ടെന്ന് തോന്നി. പിന്നെ അത് എന്തൊക്കെ പറഞ്ഞാലും അതൊരു സിറ്റിയുടെ ഒത്ത നടുക്കുള്ള അമ്പലമാണ്. അവിടെ ചെല്ലുമ്പോൾ പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സാധാരണ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ കിട്ടാത്തതുകൊണ്ട് അവിടെ ശരവണഭവൻ ഉണ്ട്. ശരവണഭവനിലാണ് നമ്മൾ സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുക. അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് ഇതുപോലെ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് സാധാരണ അവിടെ ഇട്ടിട്ട് നമ്മൾ പോവുക. അവരറിയും കൂടി ഇല്ല, എന്നാലും നമുക്കൊരു സമാധാനത്തിന് വന്നിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് പോവും. പാർക്കിങ് നമ്മളവിടെ ചെയ്യണതുകൊണ്ട്. അങ്ങനെ വന്നിട്ട് നമ്മൾ അവിടെ കയറിയിട്ട് ഒരു 7-7:30 കൂടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ലൈറ്റായിട്ട് കഴിച്ചു. എന്നിട്ട് പിന്നെ അവിടുന്ന് പാരീസിൽ പോകണമായിരുന്നു. പാരീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈയിടെയായിട്ട് കുറേ വീഡിയോസ് കണ്ടു. അതെന്താ ചെന്നൈയിൽ പാരീസ്. പിന്നെ ബസ്സിലൊക്കെ നമ്മൾ ശരിക്കും എഴുതുമ്പോൾ തമിഴിലോ ഒക്കെ എഴുതുമ്പോൾ പാരീസിനെ പാരീസ് തന്നെയാണല്ലോ എഴുതുക. ശരിക്കുള്ള സ്പെല്ലിങ് വ്യത്യാസമുണ്ട്. പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഇത്. അവിടെ ശരിക്കും നല്ലൊരു എന്താ പറയുക, ട്രേഡ് സ്പോട്ടാണ്. കുറേ അധികം വഴി കച്ചവടക്കാരും അങ്ങനെ കുറേ നല്ല നല്ല കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മുടെ ശ്രീഗണി കളക്ഷൻസ് ഒക്കെ. അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ബാഗിനൊരു ഷോപ്പ്, ഗൾഫ് ഷോപ്പ്, അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതായത് സിറ്റി സെൻറ്ററാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ പാരീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെറീന ബീച്ചിൻ്റെ ആ ഒരു വഴി കൂടെയാണ് പാരീസിലേക്ക് പോവുക. അവിടുന്ന് നേരെ ആ റോഡ് സ്ട്രെയിറ്റ് പോയി ചേർന്നത് ആ ഒരു ഭാഗത്തേക്കാണ്. ഹൈക്കോർട്ടിൻ്റെ ഒക്കെ പാരീസിലാണ് ഹൈക്കോർട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ഒരു ഇത് കാണാൻ മാത്രമായിട്ടൊന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല. രാത്രിയായല്ലോ. പിന്നെ നല്ലൊരു ലൈവ് അടി കണ്ടു കേട്ടോ ഞങ്ങൾ. അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോഴേക്കും എനിക്ക് കൈയും കാലൊക്കെ വിറച്ചു. രണ്ടുപേരെന്തോ ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പൊരിഞ്ഞടി നടു റോട്ടിൽ. ഞങ്ങളിട്ട് അവിടെ നിന്ന് വേഗം പോയി വഴിയിൽ കണ്ടപ്പോഴാണ് ഇവിടെ എന്തോ ഒരു കൺസേർട്ട് നടക്കുന്നുണ്ട്. കോളേജിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ആൾക്കാരിങ്ങനെ പുറത്തുനിന്ന് ഒരു അപ്പൂപ്പൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യൂരിയോസിറ്റി കാരണം നോക്കിയതാണ്. അപ്പോൾ അവിടെ അത് പ്രസിഡൻസി കോളേജാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് ആൾക്കാർ കാഴ്ചകൾ കാണുന്നുണ്ട്. പിന്നെ ഈ മെറീന ബീച്ച് അല്ലെങ്കിൽ വന്നവർക്കൊക്കെ അറിയായിരിക്കും, അതൊരു വലിയ റോഡാണ്. ഒരു ഭാഗത്ത് ഫുള്ള് ബീച്ചുകളും ഒരു ഭാഗത്ത് ഫുള്ള് ഗവൺമെൻറ് ബിൽഡിങ്സ്. ഇതോ നമ്മൾ പാരീസിലെത്തിയത്. ഈ പാരീസാണ് നമ്മുടെ പാരീസ്. സ്പെല്ലിംഗ് ഒന്ന് ശരിക്കും നോക്കിയാൽ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ അവിടെ ഞങ്ങൾക്ക് വരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഹോമിയോപ്പതി ക്ലിനിക്ക് ഉണ്ട് കേട്ടോ. ഡോക്ടർ പീറ്റർ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് നല്ല ഫേമസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നാളായിട്ട് എല്ലാവർക്കും അവിടെ കാണിക്കാറുണ്ട്. അപ്പോൾ അവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ തിരിച്ച് ഇതേ മെറീന ബീച്ചിൻ്റെ അതേ വഴി കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയ ആ സമയത്താണ് നമ്മൾ യുദ്ധത്തിനെ കുറിച്ചിട്ടൊക്കെ പെട്ടെന്ന് ന്യൂസിൽ കാണുകയൊക്കെ ചെയ്തതും അറിഞ്ഞതൊക്കെ. ഇത്ര സീരിയസ് ആവുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും വേഗം എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.